ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഓരോ ദിവസവും തുടങ്ങുമ്പോഴും ടെൻഷനാണ്. ഇന്നത്തെ ജോലി എവിടെ നിന്ന് തുടങ്ങണം, എവിടെ തീർക്കണം എന്നുള്ളത്. രാവിലെ എന്തായാലും ജോലിക്ക് പോകുന്നുണ്ട്, ധൃതി പിടിച്ചുള്ള ജോലിയായിരിക്കും. ഇന്നലെ കുറച്ച് തുണി കഴുകിയിട്ടുണ്ടായിരുന്നു, മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അതൊന്ന് മടക്കി എടുത്തിട്ടാവാം ബാക്കി പണിയെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും പിന്നീട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് രാവിലെ കുറച്ച് സമയം ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം ഞാൻ അടച്ചിട്ട് പോകാറുള്ളൂ. വീട്ടിലാരും ഇല്ലാത്ത കാരണം അങ്ങനെ തുറന്നിടാറില്ല. പിന്നെ മുമ്പുള്ള ദിവസം അടിച്ചുവാരലോ ഒന്നും വൃത്തിയാക്കലോ ഒന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു രാവിലെ ഇതെല്ലാം നടത്തിയിട്ട് കിച്ചണിലോട്ട് കയറാമെന്ന്. പിന്നെ അലങ്കോലപ്പെട്ട് കിടന്ന എല്ലാം ഞാനൊരു പരുവം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. ഒരുപാട് ഭംഗിയിലൊന്നും അല്ല എങ്കിൽ പോലും വാരി വലിച്ചിട്ടിരുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നെങ്കിലും മേക്കപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വിചാരിച്ചെന്നാൽ മേക്കപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് അടുക്കളയിൽ കയറാമായിരുന്നു. മേക്കപ്പിന് ഏതാണ്ട് ഒരു 5 മിനിറ്റോളം ഞാൻ എടുത്തു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്ര വലിയ മേക്കപ്പ് ഒന്നും അല്ലെങ്കിലും ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ഇടാറുണ്ട് കേട്ടോ. എന്താ കാണിക്കുന്ന കണ്ടില്ലേ? ഇത് തരത്തിലുള്ള മേക്കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് തരം മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും കിച്ചണിൽ കയറുമ്പോഴും ഭംഗിയോടെ കയറണം എന്നൊരാഗ്രഹം എനിക്കുള്ളത് കൊണ്ടാവാം ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കയറുന്നത്. സുന്ദരിയായില്ലേ? നോക്കിയേ. എല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്ത സീമന്തരേഖയെ സിന്ദൂരം തൊട്ടില്ലാന്ന്. പിന്നെ ദാ ചായ ഇടാനുള്ള പുറപ്പാടിലാണ്. ചായ ഇടാൻ പാത്രമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് പാല് ഫ്രിഡ്ജിലിരിക്കുകയാണെന്ന്. അപ്പോൾ പാലെടുത്തിട്ട് വന്നു. ചായക്ക് വെക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ചായ തിളയ്ക്കുമ്പോഴത്തേക്കും അടുത്ത പണികളൊക്കെ എന്തായാലും ചെയ്ത് തീർക്കണമല്ലോ. അങ്ങനെ ചായ അടുപ്പിൽ വെച്ചു. ഞങ്ങൾക്കിവിടെ ലൈറ്റ് ചായയാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട ചായ രാവിലെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനിടയിൽ ഞാൻ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്ത് വെച്ചു. പിന്നെ പ്രില്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? പ്രില്ല് ഉപയോഗിച്ച് കഴുകിയാൽ എനിക്കൊരു എന്താ പറയുക, ഒരു പാത്രത്തിന് കഴുകിയെന്നൊരു ആത്മവിശ്വാസം എനിക്ക് വരത്തുള്ളൂ. അപ്പം പ്രില്ലൊക്കെ ഇട്ട് ഞാൻ എന്തായാലും എൻ്റെ പാത്രങ്ങളെല്ലാം മോറി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇതിനിടയിൽ ചോറും കറികളും ഒക്കെ ആയിരുന്നു. ആ ചോറ് ഞങ്ങൾക്ക് കുറച്ച് മതി, ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കുള്ള ചോറ് മതി. പിന്നെ ചെറിയ ചൂട കിട്ടിയിരുന്നു, അത് പീര പറ്റിച്ചിട്ടുണ്ട്. പിന്നെ കരിമീൻ വെള്ളത്തിയായിരുന്നു, അതെന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി വെച്ചു. പിന്നെ 2-3 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നു. അത് 2 എണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ആദ്യമോന് കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കണമായിരുന്നു. അത് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് അപ്പമാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു അപ്പമാണിത് കേട്ടോ. ഗോതമ്പ് പൊടി, ഉപ്പ്, മുട്ട ഇട്ട് കലക്കിയതിന് ശേഷം പാനിലേക്ക് കോരി ഒഴിക്കുക. പിന്നെ പഞ്ചസാരയും തേങ്ങയും ചേർത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ നടുക്ക് അപ്പത്തിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി വെക്കുക. ഇത് നന്നായിട്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം ഒരു പരുവം രാവിലെ പോകുന്നതിന് മുമ്പായിട്ടുണ്ട്. അടുക്കളയെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നീട് തൂത്തുവാരലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനിയിപ്പം വൈകുന്നേരം പോയിട്ട് വന്നതിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, അതെന്തായാലും മെഷീനകത്തിട്ട് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. മെഷീനകത്തിട്ടിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ തന്നെ സമയം 9:25 ആയിട്ടുണ്ട്. ഞാൻ പോകാനുള്ള തിരക്കിലാണ്. അപ്പോഴാണ് ഓർത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ടില്ല. വേഗം തിരിഞ്ഞ് കയറി ഫുഡ് എടുത്തു. വണ്ടിക്കകത്തിനാണ് സീറ്റിനകത്തിൽ ഇഷ്ടംപോലെ വേണ്ടാത്ത സാധനങ്ങളുണ്ട് കേട്ടോ. എപ്പോഴും അത് അവിടെ ഫില്ലായിരിക്കും. പിന്നെ ഹെൽമെറ്റ് എടുത്ത് വെച്ചു, പോകാനുള്ള ആ ഒരു തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഹെൽമെറ്റ് വെക്കാതെ ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ടാറ്റ. ഓക്കെ ബൈ.